blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇന്ന് നമ്മെ സ്പോൺസർഷിപ്പിലൂടെ അനുഗ്രഹിച്ചിരിക്കുന്ന കുടുംബങ്ങൾക്കായി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഗുജറാത്തിൽ നിന്നുള്ള ജോസഫ് സ്റ്റാലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ കർത്താവെ തന്നെ ധാരാളമായി അങ്ങ് അനുഗ്രഹിക്കണമേ, തനിക്കൊരു ഭവനം വാങ്ങുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാര്യ മോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളിൽ നിന്നുമുള്ള പരിപൂർണമായ സൗഖ്യം കർത്താവ് കൊടുക്കണമേ. മക്കൾ നിതിന് വേണ്ടിയും നിമിഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരുടെ വിദ്യാഭ്യാസം ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇരിഞ്ഞാലക്കുടിയിൽ നിന്നുള്ള ആൻ്റണി ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആൻ്റണിക്ക് ആ കോർട്ട് കേസിൽ ഏറ്റവും ഫേവറബിളായിട്ടുള്ള ഒരു വിധി ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തന്നെയും തൻ്റെ ഭാര്യ കുസുമത്തെയും കർത്താവെ ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണ സൗഖ്യം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇരുവരുടെയും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മാവേലിക്കരയിൽ നിന്നുള്ള സാറാമ്മ ഇടിക്കുളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ ഒരു സംരക്ഷണം ആ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 18 വർഷമായി കുടുംബത്തിലുണ്ടാകുന്ന ഫ്രീക്വൻ്റായിട്ടുള്ള അപകടങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതിൻ്റെ പിന്നിലുള്ള എല്ലാ കേഴ്സും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ സമയത്ത് ക്യാൻസൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. മുഴുവൻ കുടുംബത്തിനുമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം നൽകണമേ. എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള പരിപൂർണമായ സൗഖ്യം കർത്താവെ അങ്ങ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഓൾ സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും യേശുവിൽ നിന്ന് ചില സമയങ്ങളിൽ നാം മാറിപ്പോകാറുണ്ട്. ചിലപ്പോൾ വെളിയിൽ അത് കാണുന്നില്ലെങ്കിലും അകത്താണെങ്കിലും ചിലപ്പോൾ മാറിപ്പോകാറുണ്ട്. ചിലർ പുറമേ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരാണ്. എന്നാൽ മറ്റ് ചിലരാകട്ടെ അകമേ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരായിരിക്കും. എങ്ങനെ അകന്ന് ജീവിച്ചാലും ദൈവത്തെ വിട്ടു മാറിയാലും ഒരു സുപ്രഭാതത്തിൽ ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു കഴിയുമ്പോൾ യേശു പിന്നീട് ആ വ്യക്തിയോട് ഒരു വൈരാഗ്യം പോലും വെച്ച് പുലർത്തില്ല. ഒരിക്കലും അവനോട് ദേഷ്യപ്പെടില്ല, ഒരിക്കലും അവനെ തള്ളിക്കളയില്ല. മറിച്ച് മടങ്ങി വരുന്ന വ്യക്തിയെ 2 കൈകളും നീട്ടി സ്വീകരിച്ച് തന്നോട് ചേർത്ത് നിർത്തും. അതാണ് യേശുവിൻ്റെ സ്നേഹം എന്നുള്ളത്. മനുഷ്യർ സാധാരണ ഒരു വ്യക്തി തങ്ങളോടൊരു തെറ്റ് ചെയ്ത് തങ്ങളെ വിട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ ആ വ്യക്തി മടങ്ങി വരുമ്പോൾ ആ വ്യക്തിയോട് ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ പോലും പലപ്പോഴും വാക്കുകളിൽ കുത്തുന്ന വാക്കുകളായിട്ടോ വേദനിപ്പിക്കുന്ന വാക്കുകളായിട്ടോ തെറ്റുകളെ ഓർമ്മപ്പെടുത്തലുകളായിട്ടോ ഒക്കെ മനുഷ്യർ സംസാരിക്കും. ശരിയാണോ ഞാൻ ഈ പറയുന്നത്? എന്നാൽ യേശു ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. നിങ്ങളൊരു മദ്യപാനിയാണെങ്കിൽ നിങ്ങളുടെ മദ്യപാനത്തിൽ നിന്ന്
വിടുതൽ നേടുവാനായി യേശുവിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ വരുമ്പോൾ, ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ, യേശു ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തുകയില്ല. യേശു നിങ്ങളെ ഒരിക്കലും വിധിക്കുകയില്ല. മറിച്ച് രണ്ട് കൈകളും നീട്ടി നിങ്ങളെ സ്വീകരിച്ച് ആലിംഗനം ചെയ്തു നിർത്തും. അതാണ് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാല്, എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞോട്ടെ, യേശുവിൻ്റെ മക്കളാണ് നാം ഓരോരുത്തരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് യേശുവിൻ്റെ മകനാണ്, മകളാണ്? യേശുവാണ് നമ്മെ സൃഷ്ടിച്ചത്. ഒരു അപ്പനും അമ്മയ്ക്കും ഒരു മകൻ നഷ്ടപ്പെട്ടു പോയി മടങ്ങി ലഭിക്കുമ്പോൾ ആ മകൻ തിരിച്ചു വന്നതിലെ സന്തോഷം അവർക്ക് മാത്രം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരിക്കും. കാരണം ജനിപ്പിച്ച അപ്പനും അമ്മയ്ക്കും മക്കളോട് അത്രത്തോളം സ്നേഹമുണ്ട്, കരുതലുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. ഇതുപോലെ യേശുവിൻ്റെ അടുക്കിലേക്ക് നമ്മെ ഓരോരുത്തരെയും കൊണ്ടുവരുവാൻ യേശുവിന് വളരെ ഇഷ്ടമുണ്ട്. ഒരിക്കൽ നടന്ന ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാൻ പോകുകയാണ്. എത്ര പേർക്ക് കഥ കേൾക്കാനായിട്ട് ഇഷ്ടമുണ്ട്? നല്ലൊരു കഥയാണ്. ഒരിക്കൽ ജോയ് മോൻ എന്ന് പേരുള്ള ഒരു ബാലകനുണ്ടായിരുന്നു. ഒരു ചെറിയ മകനുണ്ടായിരുന്നു. നമ്മുടെ കൊയറിലൊക്കെ നിൽക്കുന്നത് പോലത്തെ ഒരു കൊച്ചുണ്ടായിരുന്നു. എന്തായിരുന്നു പേര്? ജോയ് മോൻ. ജോയ് മോൻ നന്നായിട്ട് കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഒരു ദിവസം ജോയ് മോൻ താമസിക്കുന്നത് ഒരു കടൽ തീരത്തിന് സമീപമാണ്. അവൻ്റെ മാതാവിനാണെങ്കിൽ ജോലിയൊന്നുമില്ല. അവൻ്റെ പിതാവിനാണെങ്കിൽ മീൻ കച്ചവടവുമായി ബന്ധപ്പെട്ട ചില ജോലികളാണുള്ളത്. വളരെ തുച്ഛമായ വരുമാനത്തിൽ മാത്രം ജീവിതം ഒതുങ്ങി ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു ജോയ് മോൻ്റെ കുടുംബം എന്നുള്ളത്. എന്നാൽ ഈ കുഞ്ഞിനാകട്ടെ നല്ല കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുവാനുള്ള പ്രത്യേകമായ നൈപുണ്യമുണ്ടായിരുന്നു. ഈ കുഞ്ഞ് ഒരു ദിവസം തൻ്റെ കൈകൊണ്ട് താന് ഒരു മരക്കഷ്ണം എടുത്തിട്ട് തൻ്റെ കൈകൊണ്ട് ഭംഗിയുള്ള ഒരു വഞ്ചി ഉണ്ടാക്കി, ഒരു ബോട്ട് ഉണ്ടാക്കി, ഒരു കളിവഞ്ചി ഉണ്ടാക്കി. എന്നിട്ട് അവൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്നൊക്കെ നോക്കി. എത്ര മനോഹരമായിട്ടുള്ള വഞ്ചിയാണ്. അവൻ അതിൻ്റെ സൈഡിലൊക്കെ പെയിൻ്റൊക്കെ ഒന്ന് അടിച്ചു, അതിനൊരു നല്ല പേരൊക്കെ കൊടുത്തു. ഇങ്ങനെ ദിവസങ്ങൾ ഇതിൻ്റെ പണിപ്പുരയിലായിരുന്നു. ഒരു ദിവസം വെളിയിൽ വന്നപ്പോൾ അവൻ കണ്ടു മനോഹരമായിട്ടുള്ള ഒരു കളിവഞ്ചി. ഒരു ദിവസം ഈ കളിവഞ്ചിയുമായിട്ട് അവൻ കടൽ തീരത്തേക്ക് നടക്കുകയാണ്. എന്തിനാണ്? കടലിൽ ഈ കളിവഞ്ചിയുമായിട്ടൊന്ന് തിരകളിൽ ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ വീടിനടുത്തുള്ള ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, അടുത്തുള്ളൊരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, മോനെ ആ വഞ്ചി ഇങ്ങ് തന്നേക്കട മോനെ, ഞാൻ 50 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ, ഈ ജോയ് മോൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഈ വഞ്ചി തരില്ല, ചേട്ടൻ ഇനി 100 രൂപ തന്നാലും ശരി ഞാൻ ഈ വഞ്ചി തരൂല എന്ന് പറഞ്ഞു. അടുത്ത ദിവസം വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, മോനെ, ഞാൻ ഈ വഞ്ചിക്ക് 100 രൂപ തരാം, നീ എനിക്കിതൊന്ന് തരാമോ? അപ്പോൾ ജോയ് മോൻ പറഞ്ഞു, ഞാൻ ഒരു കാരണവശാലും ഇത് ഞാൻ തരില്ല, ഇത് എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ എൻ്റെ വഞ്ചിയാണിത്, ഞാനിത് ആർക്കും വിൽക്കില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജോയ് മോൻ കടൽ തീരത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, വെള്ളത്തിലിറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു വലിയ തിര വന്നു. ആ തിരയിൽ അകപ്പെട്ട് തൻ്റെ കളിവഞ്ചി മുങ്ങിപ്പോയി. അവിടെ ഇവിടെ എല്ലാം ഓടി നടന്ന് നോക്കി. അടുത്ത തിര വരുമ്പോൾ എൻ്റെ വഞ്ചി തിരികെ കൊണ്ട് തരുമായിരിക്കും എന്നോർത്ത് അവൻ കാത്തുനിന്നു. അടുത്ത തിരയ്ക്ക് വേണ്ടി കാത്തുനിന്നു. ഈ തിരകളിലൊന്നും തൻ്റെ വഞ്ചി ഉണ്ടായിരുന്നില്ല. സമയം വൈകിക്കൊണ്ടേയിരുന്നു. രാത്രി 7 മണി വരെ അവൻ നോക്കി, വഞ്ചി തിരികെ വന്നില്ല. 7:30 മണിയായി, വഞ്ചി തിരികെ വന്നില്ല. 8 മണിയായി, വഞ്ചി തിരികെ വന്നില്ല. തൻ്റെ മാതാപിതാക്കൾ തന്നെ അന്വേഷിച്ച് കടൽ തീരത്ത് വന്നപ്പോൾ വഞ്ചി കിട്ടാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജോയ് മോനെയാണ് കണ്ടത്. അവർ പറഞ്ഞു, വഞ്ചി എന്നായാലും തിരിച്ചു വരും മോനെ, നീ ഇന്ന് രാത്രി വീട്ടിലോട്ട് വാ, കിടക്ക്, ഉറങ്ങ് എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. പിറ്റേ ദിവസം അതിരാവിലെ മാതാപിതാക്കൾ എഴുന്നേൽക്കുന്നതിന് മുൻപേ, സാധാരണ അപ്പനും അമ്മയും വിളിച്ചാൽ പോലും എഴുന്നേൽക്കാൻ കൂട്ടാക്കാത്ത ജോയ് മോൻ അന്ന് അതിരാവിലെ എഴുന്നേറ്റ് കടൽ തീരത്ത് ചെന്നിട്ട് നോക്കി നിൽക്കുകയാണ്. അവിടെ ഏതെങ്കിലും തിരയിൽ അടിക്കപ്പെട്ട് എൻ്റെ വഞ്ചി തിരികെ വന്ന് കിടക്കുന്നുണ്ടോ? കടൽ തീരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ ഓടി നടന്നു, വഞ്ചി കാണാനില്ല. വീണ്ടും കാത്തിരുന്നു, വഞ്ചി കാണാനില്ല. സമയം 7 മണിയായി, 8 മണിയായി, 9 മണിയായി. അമ്മ അന്വേഷിച്ച് നടക്കുകയാണ്. സ്കൂളിൽ പോകാതെ ജോയ് മോൻ എവിടെ പോയി? അവസാനം കണ്ടെത്തി, ഇതാ കടൽ തീരത്ത് ഇരിക്കുകയാണ്. സ്കൂളിൽ പോകാതെ അന്നത്തെ പകൽ മുഴുവൻ ആ വഞ്ചിക്ക് വേണ്ടി അവൻ കാത്തിരുന്നു. രാത്രി നിരാശാബോധത്തോടെ അവൻ
തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം അതിരാവിലെ വന്ന് നോക്കി, വഞ്ചി കണ്ടില്ല. സ്കൂളിൽ പോയി, സ്കൂളിന് ശേഷം വൈകുന്നേരം വന്ന് നോക്കി, വഞ്ചി കണ്ടില്ല. പിറ്റേ ദിവസവും നോക്കി, ഒരു കുഞ്ഞിനു വേണ്ടി കാത്തു നിൽക്കുന്നത് പോലെ ജോയ് മോൻ ആ കടൽ തീരത്ത് ഓരോ ദിവസവും വന്ന് നോക്കി, വഞ്ചി കണ്ടില്ല. എല്ലാവരും തന്നോട് പറഞ്ഞു, ഇനി നീ നോക്കിയിരുന്നിട്ട് കാര്യമില്ലടാ, അത് പോയി, അത് നഷ്ടപ്പെട്ടു പോയി, അത് പൊക്കോട്ടെ. അമ്മ പറഞ്ഞു, ഇനി നീ കാത്തിരിക്കണ്ട മോനെ, ഇതിനേക്കാൾ നല്ലൊരു വഞ്ചി ഞങ്ങൾ മേടിച്ചു തരാം, അത് വിട്ട് കളഞ്ഞേക്കടാ. പക്ഷെ ജോയ് മോൻ പറഞ്ഞു, എനിക്കങ്ങനെ വിട്ടുകളയാൻ പറ്റൂല. കാരണം എൻ്റെ കൈ കൊണ്ട്, എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ കളിവഞ്ചിയാണ്. ഒരു ദിവസം ജോയ് മോൻ അടുത്തുള്ള പട്ടണത്തിലേക്കൊരു യാത്ര പോയി. അടുത്തുള്ള പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ ഇതാ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരു കട അവൻ്റെ കണ്ണിൽ പെട്ടു. ആ കടയുടെ സൈഡിലൂടെ പോകുമ്പോൾ കണ്ണാടി ചില്ലിനുള്ളിൽ ഒത്തിരി ഭംഗിയുള്ള കരകൗശല വസ്തുക്കളൊക്കെ ഇങ്ങനെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ജോയ് മോൻ അതിൻ്റെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവൻ്റെ കണ്ണ് ഒരു സ്ഥലത്തൊന്ന് ഉടക്കി. പെട്ടെന്ന് നോക്കിയപ്പോൾ ദാ തൻ്റേത് അതുപോലെ അത് തന്നെ അങ്ങനെ ഒരു കളിവഞ്ചി ഇതാ അവിടെ ഇരിക്കുകയാണ്. വേഗം കടയ്ക്കകത്തേക്ക് ചെന്നു. കടയ്ക്കകത്തേക്ക് ചെന്നതിന് ശേഷം പെട്ടെന്ന് ആ വഞ്ചി എടുത്ത് തിരിച്ചു മറിച്ച് നോക്കിയപ്പോൾ താൻ അടിച്ച അതേ പെയിന്റ്, താൻ കൊടുത്ത അതേ പേര്, ഒരു വ്യത്യാസവുമില്ലാതെ അതേ വഞ്ചി. ഉടനെ കടക്കാരൻ അവൻ്റെ അടുക്കിലേക്ക് വന്നു. എന്താ മോനെ, നിനക്ക് ഈ വഞ്ചി ഇഷ്ടപ്പെട്ടോ? അവൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കടക്കാരൻ പറഞ്ഞു, ഇത് ഒരു വ്യക്തി കൈകൊണ്ടുണ്ടാക്കിയ ഒരു വഞ്ചിയാണ്. എന്നും മാത്രമല്ല, ഇത് കുറേ വർഷങ്ങളായതുകൊണ്ട് ഇവിടെ മുഴുവൻ പുരാവസ്തു ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ളത്. ഇതിനൊക്കെ അല്പം വില കൂടുതലാണ്. ജോയ് മോൻ ചോദിച്ചു, ചേട്ടാ എത്ര രൂപയാകും വില? ഉടനെ കടക്കാരൻ പറഞ്ഞു, ഇതിൻ്റെ വില 1000 രൂപയാണ്. ജോയ് മോൻ ചോദിച്ചു, 1000 രൂപയോ? അതെ, ഇത് ഒത്തിരി പഴയതാണ്. എന്ന് മാത്രമല്ല, ഇത് ഒറ്റ മരത്തടിയിൽ കൈകൊണ്ട് കൊത്തിയുണ്ടാക്കിയിരിക്കുന്ന വഞ്ചിയാണ്, അതുകൊണ്ട് ഇതിന് വില കൂടുതലാണ്. ജോയ് മോൻ ആകെ തല കുമ്പിട്ട് പോയി. കാരണം എങ്ങനെ വാങ്ങിക്കും? അവൻ വീണ്ടും വീട്ടിലേക്ക് മടങ്ങി വന്നതിന് ശേഷം തൻ്റെ കുടുക്കെടുത്ത് പൊട്ടിച്ചു നോക്കി. കഷ്ടിച്ച് 50 രൂപ പോലും തൻ്റെ കുടുക്കകത്തുനിന്ന് തനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അവൻ ചിന്തിച്ചിട്ടൊരാലോചിച്ചിട്ടും ഒരെത്തും പിടിയുമില്ല. എങ്ങനെ എൻ്റെ വഞ്ചിയെ ഞാനൊന്ന് തിരിച്ചെടുക്കും? ഞാനുണ്ടാക്കിയ എൻ്റെ വഞ്ചിയെ ഞാൻ എങ്ങനെയൊന്ന് പിടിച്ചെടുക്കും? ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലായി. അവൻ ആ അമ്മയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, അമ്മ എന്തെങ്കിലും പണമുണ്ടോ? എനിക്ക് എൻ്റെ വഞ്ചി വേണം. ഉടനെ അമ്മ കുറച്ച് പണം കൂടെ കൊടുത്തു. അപ്പോഴും കുറച്ച് മാത്രമേ ആകുന്നുള്ളൂ. ഇനിയും ഒരു വലിയ തുക, അവനെ സംബന്ധിച്ചൊരു വലിയ തുക ഇനിയും ഉണ്ടാക്കിയെടുക്കാനുണ്ട്. എന്തു ചെയ്യും? ഉടനെയാണ് പെട്ടെന്ന് അവൻ ചിന്തിച്ചത്. വൈകുന്നേരം അവൻ്റെ അച്ഛൻ മടങ്ങി വന്നപ്പോൾ അവൻ അച്ഛനോട് പയ്യെ കിന്നാരമായിട്ട് കൊഴിഞ്ഞുകൊണ്ട് ചെന്ന് ചോദിച്ചു, അച്ഛാ, അച്ഛൻ എനിക്ക് ഈ ക്രിസ്മസിന് എന്നെ ഒരു ഉടുപ്പ് മേടിച്ചു തരാം, ഇന്നതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഈ ക്രിസ്മസിന് ആ ഉടുപ്പ് വേണ്ട, പകരം അച്ഛൻ ആ പൈസ എനിക്കൊന്ന് തന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നെ നഷ്ടപ്പെട്ട വഞ്ചി എനിക്കൊന്ന് മേടിക്കാമല്ലോ. അങ്ങനെ അച്ഛൻ കുറച്ച് പൈസ കൊടുത്തു. പക്ഷെ അത് തികയുന്നില്ല. അപ്പോൾ അച്ഛന് ഈ മകനോടൊരു മനസ്സലിവ് തോന്നിയിട്ട് കുറച്ചുകൂടെ പൈസ മറ്റൊരാളുടെ കയ്യിൽ നിന്നും കൂടെ വാങ്ങി 1000 രൂപ തികച്ചു. 1000 രൂപയും പോക്കറ്റിലിട്ടുകൊണ്ട് അടുത്ത പട്ടണത്തിലേക്ക് ഇതാ ജോയ് മോൻ യാത്രയാവുകയാണ്. പോകുമ്പോൾ ബസ്സിലിരിക്കുമ്പോൾ ഒക്കെ ജോയ് മോന്റെ ഹൃദയത്തിൽ ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, അയ്യോ എൻ്റെ വഞ്ചി അവിടെ ഉണ്ടാകണമേ, ആരും അത് മേടിച്ചു കൊണ്ട് പോകല്ലേ, ഞാൻ ചെല്ലുമ്പോൾ അത് അവിടെ തന്നെ കാണണമേ. ഇതായിരുന്നു ജോയ് മോന്റെ പ്രാർത്ഥന മുഴുവൻ. ഒടുവിൽ അവൻ കടയിലെത്തി. പെട്ടെന്ന് ആകാംക്ഷഭരിതനായിട്ടാണ് ആ കടയ്ക്കകത്തേക്ക് അവൻ നോക്കുമ്പോൾ തൻ്റെ കളിവഞ്ചി അവിടെ തന്നെയുണ്ട്. ആരും വാങ്ങിച്ചിട്ടില്ല. ജോയ് മോന് സമാധാനായി. ആരും മേടിച്ചിട്ടില്ലല്ലോ. ഉടനെ തന്നെ കടക്കാരനെ കണ്ടു, 1000 രൂപയും കൊടുത്തു. തിരിച്ച് ആ വഞ്ചിയും വാങ്ങി താൻ വളരെ സന്തോഷത്തോടെ പാട്ടൊക്കെ പാടി ബസ്സിലിരുന്ന് വരികയാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നപ്പോൾ അമ്മയും അച്ഛനും വഞ്ചി എടുത്ത് കാണിച്ചു. അതിനുശേഷം ഇവൻ ചെയ്ത ഒരൊറ്റ ഓട്ടമായിരുന്നു. എങ്ങോട്ടാണെന്നറിയാമോ? ആ കടൽ തീരത്തേക്ക്, പഴയ കടൽ തീരത്തേക്ക്. അവിടെ ചെന്ന് വഞ്ചിയെ വെള്ളത്തിലോട്ട് എടുത്തു വെച്ചതിന് ശേഷം ഈ വഞ്ചിയോട് ഇങ്ങനെ ഒരു വാക്ക് ജോയ് മോൻ പറഞ്ഞു, കളിവഞ്ചിയെ, ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്, ഞാനാണ് നിന്നെ ഉണ്ടാക്കിയത്. പക്ഷെ നീ എന്നെ കയ്യിൽ നിന്ന് അകന്നു പോയപ്പോൾ, നീ എനിക്ക് നഷ്ടമായി പോയപ്പോൾ എനിക്ക്
എത്ര സങ്കടമുണ്ടായിരുന്നുവെന്നോ, എനിക്ക് എത്ര വേദന ഉണ്ടായിരുന്നുവെന്നോ. എന്നാൽ ഇന്ന് നോക്കൂ, ഉണ്ടാക്കിയ ഞാൻ തന്നെ നിന്നെ ഇപ്പോൾ വില കൊടുത്ത് ഞാൻ വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഇപ്പോൾ പഴയതിനേക്കാൾ എനിക്ക് ഏറ്റവും വിലയേറിയതാണ്. ഹല്ലേലൂയ. ജോയ് മോന്റെ സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതായിരുന്നു. ആ കടൽ തീരത്തിൽ അവന്റെ സന്തോഷത്തിന്റെ ശബ്ദം, ചിരിയുടെ ശബ്ദം ഉയർന്നുകൊണ്ടിരുന്നു. ഇതുപോലെ നാം ജനിക്കുന്നതിന് മുൻപ്, ലോകസ്ഥാപനം നടത്തിയതിനു ശേഷം യേശു കർത്താവ് പിതാവാം ദൈവത്തോട് ചേർന്ന് നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് രൂപം നൽകി, നമുക്ക് ആകൃതി നൽകി, നമ്മുടെ മൂക്കിൽ ജീവശ്വാസം നൽകി, നമ്മുടെ മക്കളാക്കി നമ്മളെ സൃഷ്ടിച്ചു. എന്നാൽ പാപത്തിലൂടെ മനുഷ്യർ മുഴുവൻ ദൈവത്തിൽ നിന്ന്, യേശുവിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞപ്പോൾ നോക്കൂ, വീണ്ടും നമ്മെ വിലയ്ക്ക് വാങ്ങാൻ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ യേശുവിന്റെ രക്തം എന്ന് പറയുന്ന വില കൊടുത്തുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തു. എന്നിട്ട് യേശു പറയുകയാണ്, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ ഉണ്ടാക്കിയ ദൈവം, ഇപ്പോൾ ഞാൻ നിന്നെ വില കൊടുത്തും കൂടെ വാങ്ങിയിരിക്കുന്നത് കൊണ്ട് നീ എനിക്ക് ഏറ്റവും വിലയേറിയവനാണ്, നീ എനിക്ക് മാന്യനാണ്. ഹല്ലേലൂയ. സിസ്റ്ററെ ബ്ലെസ്സിംഗ് ടുഡേ പ്രേക്ഷകർക്കും ഒക്കെ പരിചയം കാണും. 3 പ്രാവശ്യം സിസ്റ്റർ സാക്ഷ്യം പറയാൻ വന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യം സിസ്റ്റർ സാക്ഷ്യം പറയാൻ വന്നത് നമ്മുടെ ടൗൺ ഹാളിൽ വെച്ചിട്ട് സിസ്റ്റർക്ക് കിഡ്നിക്ക് പഴുപ്പുണ്ടായിരുന്നു. തനിക്ക് ആ കിഡ്നിക്ക് പ്രശ്നമുണ്ടായിരുന്ന സമയത്ത്, കല്ലുണ്ടായിരുന്നു, പഴുപ്പുണ്ടായിരുന്നു. ആ സമയത്ത് തനിക്ക് കഠിനമായ വയറുവേദന വന്നിരുന്നു. അപ്പോൾ താൻ ചിന്തിച്ചിരുന്നത് ഈ കിഡ്നി പ്രോബ്ലം കൊണ്ടുള്ള വേദനയായിരിക്കുമെന്നാണ് ചിന്തിച്ചത്. ഈ സൗഖ്യം കിട്ടിയതിന് ശേഷവും ഈ വയറിൻ്റെ അടിഭാഗത്തുള്ള ആ വേദന മാറിയിരുന്നില്ല. ആ ഭാഗത്ത് അവിടെ പറഞ്ഞിരുന്നത് നീര് വീണതുപോലെ ഇങ്ങനെ വീർത്ത് കിടക്കും, തനിക്ക് കുമ്പിടാൻ പറ്റില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. ഡോക്ടർമാർ പറഞ്ഞത് എല്ലിൻ്റെ ഉള്ളിൽ നീര് വീണത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞിരുന്നു. താൻ പറഞ്ഞത് തൻ്റെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടിയാണ് താനത് ചെയ്തിരുന്നത്. താൻ അങ്ങനെ 3 വർഷം, താൻ ഏകദേശം 3 വർഷത്തോളം അതിനുവേണ്ടി മരുന്ന് കഴിച്ചിട്ടും യാതൊരുവിധ സൗഖ്യം ലഭിച്ചിരുന്നില്ല. എന്നാൽ ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് വന്നപ്പോൾ ഈ സഹോദരി അവിടെ നിന്ന് എൻ്റെ പ്രാർത്ഥനാ ഡയറി പുസ്തകം വാങ്ങിയിരുന്നു. സഹോദരി പറഞ്ഞത്, ഒരു ദിവസം പകല് ഈ സഹോദരി സാധാരണ അതിൽ രോഗസൗഖ്യ പ്രാർത്ഥന തുറന്നു വെച്ചിട്ട് മറ്റുള്ള ആളുകൾക്ക് രോഗസൗഖ്യത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു. സഹോദരി പറഞ്ഞു, ഒരു ദിവസം ആ സഹോദരി പറഞ്ഞു, ജനുവരി മാസം 3-ാമത്തെ ശനിയാഴ്ച ആ സഹോദരിയുടെ രോഗസൗഖ്യത്തിന് വേണ്ടി താൻ പ്രാർത്ഥനാ ഡയറി വെച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അല്ലല്ല, ഈ സഹോദരിയുടെ ആദ്യമായിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സൗഖ്യമാകാൻ ആ സഹോദരി പ്രാർത്ഥിക്കുമായിരുന്നു. ആ സഹോദരിക്ക് തനിക്ക് തന്നെ സ്വന്തമായിട്ട് സൗഖ്യം ലഭിക്കാൻ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചത് ജനുവരി 3-ാമത്തെ ആഴ്ചയിലാണ്. സഹോദരി അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിപ്പോയി. സഹോദരി പറഞ്ഞത്, കുറച്ച് കഴിഞ്ഞപ്പോൾ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടുന്നൊരു ശബ്ദമൊക്കെ കേട്ടു, എന്തൊക്കെയോ പൊട്ടിത്തെറിക്കുന്ന ശബ്ദമൊക്കെ കേട്ടു. സഹോദരി വല്ലാതെ ഭയപ്പെട്ടു. ആ പൊട്ടിത്തെറിക്കുന്ന ശബ്ദമെല്ലാം കേട്ട് ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അതിനുശേഷം ആ സമയത്ത് പെട്ടെന്ന് വയറിനുള്ളിൽ ഒരു വലിയൊരു തണുപ്പ് താൻ അനുഭവിച്ചു. 3 ദിവസത്തോളം തനിക്ക് ആ തണുപ്പ് അതുപോലെ അനുഭവിച്ചു. ആ സഹോദരി പറഞ്ഞത്, ആ ഒരു സംഭവത്തിന് ശേഷം തനിക്ക് ഇതുവരെ അതുപോലെ ഒരു അസ്വസ്ഥതയോ വേദനയോ വന്നിട്ടില്ല. ഇന്ന് തനിക്ക് സ്റ്റെപ്പ് കയറാനോ വീട്ടിലെ ജോലികൾ ചെയ്യാനോ യാതൊരുവിധ പ്രയാസവുമില്ല. കർത്താവ് പരിപൂർണ സൗഖ്യം തനിക്ക് ആ ഒരു പ്രാർത്ഥനയിലൂടെ കർത്താവ് കൊടുത്തു. പ്രൈസ് ഗോഡ്. പ്രേയർ ഡയറി, പ്രാർത്ഥനാ ഡയറി, ആ പുസ്തകത്തിലെ പ്രാർത്ഥനയിൽ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, അതാണ് പ്രാർത്ഥിച്ചത് അല്ലേ? സാധാരണ ആ സഹോദരി പറഞ്ഞത്, കുറേ അസുഖങ്ങളും അതും ഇതൊക്കെ ആയിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഒരു സുഖം ഉണ്ടായില്ല, മൊത്തത്തിലൊരു വല്ലായ്മയായിരുന്നു. ഇത് അങ്ങോട്ട് കഴിഞ്ഞോടുകൂടി മൊത്തത്തിൽ ഉഷാറായി എന്നാണ് ചേച്ചി പറയുന്നത്. തൃശ്ശൂർ സ്റ്റൈലില് കഴിഞ്ഞാൽ ഞാൻ കരയാതെ പോയിട്ടില്ല. അത്രയും ഇപ്പൊ ഞാൻ ഒരുപാട് സന്തോഷം അനുഭവിക്കണം. ഈ ധ്യാനത്തിലൂടെ ഞാൻ ഒരുപാട് മാറി. എനിക്ക് ആ വയറിന്റെ വേദന മാറി അന്നത്തെ ദിവസം പൊട്ടലും കാര്യങ്ങളും ഒന്ന് കേട്ടാൽ കൊള്ളാന്നുണ്ട്. കാരണം അത് ഞാൻ ഉറങ്ങുമായിരുന്നു, പെട്ടെന്നാണ് എനിക്ക് ഒരു പടക്കം പൊട്ടണ മാതിരി സൗണ്ടാണ്, പടക്കം പൊട്ടണ പോലെ അങ്ങനത്തെ സൗണ്ടിന്ന് ഞാൻ പെട്ടെന്ന് ഞെട്ടിയേറ്റു. ഓക്കെ, കാരണം തൃശ്ശൂരുകാർക്ക് പടക്കം പൊട്ടണ ഒരു സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞാൽ ചില്ലറ സൗണ്ട് ആയിരിക്കില്ല, എനിക്കതറിയാം. അവിടെ നിന്ന് ഏറ്റിരുന്നിട്ട് എനിക്ക് വയറിന്റെ ഇവിടെ ആ വേദനയുള്ളടത്ത് ഭയങ്കര തണുപ്പ്.
ആ തണുപ്പ് ഒരു 3 ദിവസം നിന്നു. ആ വേദന. അപ്പം ഞാൻ ഈ പ്രസിഡന്റിനെ പറ്റിയിട്ട് വേറെ എന്നെ പോലെ തന്നെ ഒരു വേദന ഉള്ള ഒരു വ്യക്തിയുണ്ട് വയ്യാത്തത്. ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു, അതിൻ്റെ അമ്മോട് പറഞ്ഞു നമുക്കിതിന് വരണം, ഈ തൃശ്ശൂരത്തിന് വരണം. പക്ഷെ ആ കക്ഷി ആസ്പത്രിയിലായി പോയി, വരാൻ സാധിച്ചില്ല. മൂന്നാം ദിവസമാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത്. അത് പറഞ്ഞതിന് ശേഷം കൊണ്ടാണ് എനിക്ക് യാതൊരു കുഴപ്പമില്ല. പടക്കം പൊട്ടിയ പോലത്തെ സൗണ്ട് കേട്ടത് എന്നായിരുന്നു? അത് ഒരു ശനിയാഴ്ച, ജനുവരി 3-ാമത്തെ ശനിയാഴ്ചയാണ്. ജനുവരി 3-ാമത്തെ ശനിയാഴ്ചയായിരുന്നു വന്നത്. അപ്പൊ ഇപ്പൊ 4-ാമത്തെ ശനിയാഴ്ചയും കഴിഞ്ഞ് എന്റെ ഫെബ്രുവരിയിലെ എന്റെ വിശ്വാസം അനുസരിച്ചിട്ട് ഒരു 3-ാമത്തെ ശനിയാഴ്ചയായിരിക്കും മിക്കവാറും നാളെ വരുന്നത്. സോ ഒരു 4 വീക്സ് എങ്കിലും ആയി കാണും. വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പൊ. 4 ആഴ്ചയായിട്ട് അത് മാറി വളരെ ഉഷാറായി. നേരത്തെ പറഞ്ഞ പഴയ ആരോഗ്യം എനിക്ക് തിരിച്ചു കിട്ടി. പ്രൈസ് ഗോഡ്. പഴയ ആരോഗ്യം തനിക്ക് തിരിച്ചു കിട്ടി. ആ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്കതറിയാം. അതുപോലെ മകളുടെ ജീവിതത്തിൽ ഒരു സൗഖ്യം നടന്നത്, മകളുടെ മുഖത്ത് തലയോട്ടിയുടെ ഈ ഭാഗത്തായിട്ട് ഒരു കുരു വന്നു. വളരെ ചെറിയൊരു കുരുവാണ് വന്നത്. പക്ഷേ മകളത് പൊട്ടിക്കുന്ന സമയത്ത് എന്തൊക്കെയോ കൊണ്ട് അത് ഞരമ്പിന് സാരമായിട്ടുള്ളൊരു ക്ഷതം സംഭവിച്ചു. അവർ പറഞ്ഞത് കുറേ കുപ്പിക്കണക്കിന് ബ്ലഡ്, മകളുടെ ഒരു ചുരിദാർ മുഴുവൻ ബ്ലഡ് കളറായി പോയി. അതുപോലെ ആ ഒരു സംഭവത്തിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് ഉണങ്ങി. പിന്നെയും ഈ കുരു അതുപോലെ തന്നെ പിന്നെയും വരും. ഈ എങ്ങനെയെങ്കിലുമൊക്കെ കൈകൊണ്ടോ നഖം കൊണ്ടോ കുളിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പിന്നെയും അത് പൊട്ടും. അതുപോലെ തന്നെ കുപ്പിക്കണക്കിന് ബ്ലഡ് ഇതുപോലെ പോകുമായിരുന്നു. ഒത്തിരി നാളുകൾ അതുപോലെ ആ കുഞ്ഞ് അങ്ങനെ ഈ കുരുവിൻ്റെ പ്രശ്നം കൊണ്ട് ഒത്തിരി ബ്ലഡ് പോകുന്നത് കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. എന്നാൽ ഒരു ദിവസം TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഷെമ സിസ്റ്റർ TV-യിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇതുപോലെ ഒരു മുഴയും കുരുവൊക്കെയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു, കർത്താവ് ബ്ലഡൊക്കെ ഒഴുകുന്ന ഒരു അവസ്ഥയെന്നൊക്കെ പറഞ്ഞിട്ട് സിസ്റ്റർ TV-യിലൂടെ ആ പ്രോഗ്രാമിലൂടെ അത് പറഞ്ഞു. അത് പറഞ്ഞ ആ നിമിഷം അത് സൗഖ്യമായി. അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് ആ കുരു വരും, പൊട്ടും, ബ്ലഡ് ഒത്തിരി പോകും, ഇങ്ങനെ ഒത്തിരി അതൊരു പ്രൊസീജിയറായിരുന്നു. പക്ഷെ അന്ന് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ മകൾ പരിപൂർണമായി സൗഖ്യമായി. അതിനുശേഷം ഇപ്പോൾ കുറേ നാളുകളായിട്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. ഈ കുട്ടിക്ക് എത്ര ബ്ലഡ് കുപ്പിക്കണക്കിനെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ അര ബക്കറ്റ് ബ്ലഡ് പിഴിഞ്ഞു കളഞ്ഞാലേ അത്രയ്ക്കും ബ്ലഡ് ഇത്രയും പോകുന്ന ഒരു കുരുമെന്ന്. അത് ഞരമ്പിന് പറ്റിയെന്നാ പറയണത്. അത് ഇവള് മുടി ചിക്കാർത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ നഗര് കൊള്ളും പെട്ടെന്ന്. അത് ഇത്രയധികം വരും. അത് വാതിലടച്ചിട്ടിട്ട് അവളത് എടുക്കില്ല പതിവ്. ഞങ്ങൾ കാണില്ല. ഒരു ദിവസം കണ്ടപ്പോഴാണ് അറിയണത് ഇത്രയും ബ്ലഡ് വന്നിട്ട് നിൽക്കണില്ല. പ്രാർത്ഥിച്ചിട്ട് എന്നിട്ട് പറഞ്ഞ അന്നും നിന്നു. അത് ഇതിപ്പോ എത്ര നാളായത്? ഞാൻ എന്നിട്ട് അത് എഴുതി കൊടുത്തിട്ടുണ്ടാവും. എത്ര നാളായിട്ടുണ്ടാവും ഇത് മാറി? ഇപ്പൊ ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പ്രൈസ് ഗോഡ്. അതിനുശേഷം ഇത് വന്നിട്ടേ ഇല്ല. ഇപ്പൊ അവിടെ ഇങ്ങനെ ഒരു പൊട്ടലില്ല, ഇല്ല, ഒന്നും പാടുമില്ല, ഒന്നുമില്ലാതെ കർത്താവ് സൗഖ്യമാക്കി. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൊടുത്ത ഈ വലിയ സൗഖ്യത്തിനായി, ഈ വലിയ വിടുതലിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മകളെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് നമുക്ക് വിശ്വാസത്തോടെ ലോക രാഷ്ട്രങ്ങളിൽ എവിടെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. വലിയ വിടുതലുകൾ ഈ സമയത്ത് എല്ലാ വ്യക്തികളിലും നടക്കാൻ തുടങ്ങട്ടെ. താങ്ക് യു ലോർഡ്. ഷുഗർ മൂലം പഴുപ്പ് ബാധിച്ച ചില ശരീരത്തിലെ അവയവങ്ങൾ ഇപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങിയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നട്ടലിൻ്റെ ഡിസ്കുകളിലെ തകരാറുകൾ ഈ സമയത്ത് സൗഖ്യമാകുന്നു. താങ്ക് യു ലോർഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. വൻകുടലിൽ എന്തോ സാരമായി തകരാറുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. അപസ്മാര രോഗം സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. മാനസിക രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. വിടുതലുകൾ എല്ലാ വ്യക്തികളിലും ഇപ്പോൾ നടക്കാൻ തുടങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കഴുത്ത് തിരിക്കാൻ പോലും പറ്റാതെ കഴുത്തിന് സ്റ്റിഫ്നെസ് അനുഭവപ്പെടുകയും വേദന അനുഭവിക്കുകയും ചെയ്യുന്ന ചില വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ കഴിഞ്ഞ നാളുകളിലെ മദ്യപാനം, പുകവലി, അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ശരീരത്തിൽ ചെന്ന നിമിത്തം ഇന്ന് വല്ലാതെ പ്രയാസപ്പെടുന്ന ചില പുരുഷന്മാർ
യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. അതുപോലെ ചില പുരുഷന്മാരിലുള്ള പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ പ്രയാസം, പ്രശ്നം, അതെങ്കിൽ മാനസിക വിഷയം എന്താണെങ്കിലും സ്ക്രീനിലേക്ക് കൈനീട്ടി ഇപ്പോൾ വിശ്വസിക്കുക. കർത്താവെ, ഓരോരുത്തരെയും അങ്ങ് തൊടണമേ, വിടുതൽ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉറങ്ങുവാൻ കഴിയാത്ത ക്ലെമൻറ്റ് എന്ന് പറയുന്നൊരു സഹോദരൻ, പേരുള്ള സഹോദരൻ ക്ലെമൻറ്റ്, ഉറക്കം കിട്ടുന്നില്ല, വല്ലാതെ നിങ്ങൾ പ്രയാസപ്പെടുകയാണ്. ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, നന്നായി ഉറങ്ങാൻ. കർത്താവെ, അതുപോലെ ഏതെല്ലാം വിഷയങ്ങൾ പ്രയാസപ്പെടുന്നതിലെല്ലാം വിടുതൽ കർത്താവ് നീ കൽപ്പിച്ചതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് എല്ലാവർക്കും നന്ദി. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയോടെങ്കിലും ഇന്ന് അതിനെക്കുറിച്ച് പറയണം. നാളെ ഈ സമയത്ത് ഈ പ്രോഗ്രാം കാണുവാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യുക. ഈ ആഴ്ചയിലെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഈ വെള്ളിയാഴ്ച, മറ്റന്നാൾ തോപ്പുംപടിയിലാണ്, എറണാകുളം ജില്ലയിൽ. ശനിയാഴ്ച നടക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. രണ്ടിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങൾ, CD-കൾ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അനേകർക്ക് അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അതെല്ലാം ആവശ്യപ്പെടാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വരുമ്പോൾ നിങ്ങൾക്ക് അത് ലഭ്യമാക്കാം. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ ഈ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: മൃഗങ്ങൾക്ക് പുല്ല് അന്വേഷിച്ച് നടന്ന രാജാവാര്? വിച്ച് കിങ് സെർച്ച്ഡ് ഗ്രാസ് ഫോർ ദ ലൈഫ് സ്റ്റോക്ക്? ഓപ്ഷൻസ്: എ എലീഷ, ബി ഇസബേൽ, സി ആഹാബ്, ഡി യഹോശഫാത്ത്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.